രസാഭിനയം നമ്മൾ അഭിനയിക്കവും രസവും കൂടിയിട്ടുണ്ട്. അതാണ് രസാഭിനയം. അത് വേറെ. അത് നമ്മളിപ്പോൾ ഒരു മുദ്ര ഇങ്ങനെ കാണിക്കുകയാണെന്ന് നിൽക്കുക. ആ മുദ്ര കാണിക്കുമ്പോൾ അതിൽ നേത്രത്തിൽ രസം വരുത്തണം. അപ്പോഴാണ് അത് ആ ഭാവമായിട്ട് തോന്നുള്ളൂ. അത് പൂവാന്നൊരു മുദ്ര. ഞാൻ പൂവാണ്. പൂവിൽ 3 തരത്തിൽ പൂവാം. എന്താ, ഒന്ന് നമ്മൾ സന്തോഷമായിട്ട് പോവും, കല്യാണത്തിനോ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഉത്സവത്തിനോ സന്തോഷമായിട്ട് പോകും. പിന്നെ യുദ്ധത്തിന് പോകും. രാജാക്കന്മാർക്ക് യുദ്ധത്തിന് വീരരസം ആയിട്ട് യുദ്ധത്തിന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്മശാനത്തിലേക്ക്, ഒരാൾ മരിച്ചു അല്ലെങ്കിൽ വേറെ സങ്കടമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഈ 3 സ്ഥലത്തേക്കുള്ള പോവാന്നുള്ള മുദ്ര, ആ മുദ്ര തന്നെ അത് 3 തരം ആവണമെന്നുണ്ടെങ്കിൽ അത് രസം കൊണ്ടാണ് കാണിക്കുന്നത്, കണ്ണുകൊണ്ടാണ് കാണിക്കുക 3 തരത്തിൽ. അപ്പോൾ പോവാന്നുള്ള മുദ്ര ഇപ്പം ഇങ്ങനെയാണ് കാണിക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോവാന്ന് മുദ്ര. ഈ മുദ്ര ഞാൻ കല്യാണത്തിന് പോവുകയാണ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷമല്ലേ, സന്തോഷത്തെ വേഷമൊക്കെ കെട്ടി എനിക്ക് സന്തോഷത്തിലപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി. പിന്നെ യുദ്ധത്തിന് പോവുകയാണെന്ന് വെച്ചാൽ, യുദ്ധത്തിന് പോകുമ്പോൾ ക്രോധം, ദേഷ്യമാണ്. ഇങ്ങനെ പോകും. പിന്നെ ശ്മശാനത്തിലേക്ക് പോകും. ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള കണ്ണോട്, ഈ കണ്ണോട് കാണിക്കുമ്പോഴാണ് ഈ മുദ്ര ഇതാത് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് വെറുതെ കാണിക്കുമ്പോൾ പോവാന്ന് മാത്രമേ അറിയൂ. ഇപ്പോൾ എവിടേക്ക് പോവുക, എന്ത് പോവാന്ന് ചോദിക്കാനിട്ട് ഈ മുദ്രയുടെ ഇത്രയും ഓർമ്മ നിൽക്കണം. എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ ആസ്പത്രിയിലായിരുന്നു, ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വല്ലതും. അവസാനമായിട്ട് അച്ഛനെന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ മൂത്തേട്ടൻ, ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, ICUവിൽ. അവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, അനവധി ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെന്താ വേണ്ടതെന്ന് ചോദിച്ചു. കുറച്ച് വയ്യാണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് മിണ്ടാൻ വയ്യായിരുന്നു, ഇന്നും മിണ്ടാൻ വയ്യായിരുന്നു. അപ്പോൾ അച്ഛൻ മുദ്ര കാണിച്ചു, കണ്ണിൽ ഈ രസം വരുത്തിയിട്ട് ഈ മുദ്ര കാണിച്ചു. അത് ഇന്നും മായാതെ മനസ്സിൽ കിടക്കുന്നു. അതാണ് പറയാൻ ഞാൻ. പിന്നെ ഇതേപോലെ പലതും ഉണ്ട്. വണ്ടുകളൊക്കെ വന്നിട്ട് തേൻ കുടിക്കുക, പുഷ്പത്തിൽ തേൻ കുടിക്കുക, പാറ്റകൾ തീ കണ്ട പാറ്റകൾ തീയിൽ വന്നിട്ട് വീണിട്ട് മരിക്കുന്നത്. ഇത് ശിഖിനി ശലഭം എന്ന് പറയുന്നത്. ശിഖിനി ശലഭം, ശിഖിനി പാറ്റകൾ, ശലഭങ്ങൾ തീയിൽ വന്ന് വീഴാൻ. പാറ്റകൾ, മഴ പെയ്ത പാറ്റകൾ ഉണ്ടാവില്ല. ആ പാറ്റകൾ ഇങ്ങനെ അടിയേണ്ടി നടക്കുമ്പോൾ തീ കാണും. തീ കാണുമ്പോൾ പാറ്റകൾ അവിടുന്ന് ഇവിടുന്ന് ഓടി വരും. വന്നിട്ട് തീയിൽ വീണ പറഞ്ഞ് പോകാൻ നോക്കും. പോകാൻ പറ്റില്ല, പിന്നെ അവിടെ തന്നെ കിടന്ന് നടക്കും. അങ്ങനെ കാണിക്കും. പിന്നെ കാണിച്ചു നോക്കാം, ശരിയാകുമെന്ന് അറിയില്ല. തീ കത്താം. അപ്പോൾ തീ ഇങ്ങനെ കത്തുക കാണിക്കണം. തീ ഇങ്ങനെ കത്തണം, അങ്ങനെ കാണിക്കും. പറഞ്ഞു പോകും. പാറ്റ പറഞ്ഞ് വീണത് പറഞ്ഞു. അങ്ങനെ കുറേ പാറ്റകൾ വന്ന് പറന്ന് പോകണം. ഇതൊക്കെയാണ് രസാഭിനയം എന്ന് പറയുന്നത്.